നമുക്ക് പെരും കാറ്റ്. മഴയും പെയ്യുണ്ട് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങൾ വർത്താനം? പിന്നെ ഇവിടെ പെരും മഴയാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പെരും കാറ്റും പെരും മരം കാറ്റാണ്. മഴ അങ്ങനെയല്ല, അങ്ങനെ പെരും കാറ്റ് കേട്ടോ. കാറ്റ് പറഞ്ഞാൽ അവിടെ ഒരു ഡബ്ബറൊക്കെ വീണെന്ന് കേട്ടോ സൈഡിൽ കാറ്റടിച്ചിട്ട് പെരും മഴയുണ്ട്. അപ്പം ഇനിയിപ്പോൾ മക്കൾ 4:30 4:45 എത്തുമ്പോഴത്തേന് മക്കളെത്തുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ അത് ചായക്ക് കടി ഉണ്ടാക്കാൻ വിചാരിച്ച് അടുക്കളയിൽ പോയി. പിന്നെ അടുക്കളയിൽ ഇല്ല സാധനം കൊണ്ടൊരു കടി ഉണ്ടാക്കിയിട്ട് അമൃതപ്പൊടി, ജന്നക്ക് കിട്ടുന്ന അമൃതപ്പൊടി ഉണ്ടേന്. അപ്പോൾ അത് വെച്ചാണ്ട് ഒരു കൊക്കവട ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു ഫോണിൽ കണ്ടതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞാനൊന്നും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു. വലിയുള്ളിയും കാബേജും ഉപ്പും പിന്നെ നമ്മളെ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളി, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് മല്ലിച്ചപ്പ് ഇല്ലാത്തതോട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കൊഴിച്ച് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ മക്കളെത്തിയാണ് കേട്ടോ. പരിപാടി പകുതിയായപ്പോൾ മക്കളെത്തി. അപ്പോൾ പിന്നെ ഓച്ച് വീഡിയോ എടുത്തു കേട്ടോ. ഒച്ചക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വന്നപ്പോൾ ഓച്ച് വീഡിയോ എടുത്തു. പിന്നെ വേഗം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. നല്ലോണം കൊഴിച്ചു കേട്ടോ. പിന്നെ റെസ്റ്റ് എടുത്ത് വെക്കാനൊന്നും നേരമല്ല, കുറച്ച് നേരം വെക്കാനൊന്നും നമ്മളപ്പം തന്നെ ചുട്ടു കേട്ടോ. അപ്പം വെളിച്ചെണ്ണയിലിട്ടാണ് ഉണ്ടാക്കണം. ഓയിലായാലും മതി കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചാണ്ട് വെളിച്ചെണ്ണയും പാർന്നു കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ ഇതാവാത്തോട് ചായ ആവാത്തോട് പിരാന്ത് കാട്ടി നിൽക്കാണ് കേട്ടോ. ചായ ആയിട്ടില്ല പറഞ്ഞാണ്ട്. ചായ ആയിന്, കടിയായിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ വിചാരിച്ചങ്ങനെ നിന്നും ചെയ്തു. അപ്പോൾ പിന്നെ അതിങ്ങനെ ഓരോ നമ്മൾ കൊക്കവട ഉള്ളിവടയൊക്കെ ആക്കുമല്ലോ അതേപോലെ അങ്ങനെ ഇട്ട് കൊടുത്തു വിട്ടാൻ രസമുണ്ട് കേട്ടോ. അത് മക്കൾക്കൊക്കെ പറ്റി കേട്ടോ. മക്കളെ ഉപ്പാക്കൊക്കെ പറ്റി. എനിക്ക് എല്ലാം അച്ചക്ക് പറ്റിയില്ല. ഒരു മധുരവും ഉണ്ടാവും എരിവും ഉണ്ടാവും കേട്ടോ. പിന്നെ മക്കൾ പറഞ്ഞു എന്നോട് കോളിഫ്ലവറിൻ്റെ ഒക്കെ ഒരു ചൊയ ഉണ്ട് മച്ചി എന്നിട്ട് തിന്നിട്ട് അച്ചും തോന്നിയത് പറഞ്ഞാൽ ചില ശെൽത്ത് എങ്ങനെ പറഞ്ഞാൽ നല്ലോണം നെരിയാണെങ്കിൽ നല്ല രസമുണ്ട്. നെരിയാതെ എടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് രസം തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല രണ്ട് ഭാഗം നല്ലോണം നെരിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. പിന്നെ മഴയൊക്കെ ചോർന്നപ്പോൾ ഞാൻ പിന്നെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കിയിട്ടോ മുറ്റത്തൊക്കെ. അപ്പോൾ നമ്മളെ ഫാഷൻ പുട്ടൊക്കെ മഴ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാറ്റൊക്കെ അടിച്ചപ്പോൾ കൊഴിഞ്ഞോടുമ്പോൾ വിചാരിച്ചിനി. അപ്പോൾ ഫാഷൻ പുട്ടൊക്കെ അവിടെ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ തിന്നിട്ടില്ല കേട്ടോ. ഉണ്ടാവണുള്ളൂ. അവിടെ ഇവിടെയൊക്കെ ഇപ്പം ഉണ്ടായിന് കേട്ടോ. ഫസ്റ്റായിട്ട് ഉണ്ടാവാണ് കേട്ടോ. പിന്നെ ചെടി ഈ ചെടീൻ്റെ പേരെന്താ നിങ്ങൾക്ക് അറിയണേ ഒന്ന് പറയണേ. എനിക്കറിയില്ല ആ ചെടീൻ്റെ പേര് കേട്ടോ. ഒരുവിധം ചെടീൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പം പിന്നെ ഇത് എന്താ ബ്രഹ്മി കേട്ടോ. എന്നാളും കൃഷിഭവനത്തേക്ക് പോയപ്പോൾ വാങ്ങിയത് കേട്ടോ. ഇത് പിന്നെ മോശ അങ്ങനെയാണ്. മറ്റേത് നമ്മൾ പുണ്ണുണ്ടാകുന്ന ഇല, റോസാപ്പൂവ് അങ്ങനെയൊക്കെ കുഴിച്ചിട്ടത് കേട്ടോ. പിന്നെ തിണ്ടിൻ്റെ 2 ഭാഗത്തും ഞാൻ മറ്റേ പച്ചച്ചെടിയായിട്ട് വെച്ചിട്ട് ഈ ഭാഗത്തും ആ ഭാഗത്തും ഞാൻ പച്ചച്ചെടിയാണ് വെച്ചത് കേട്ടോ. പിന്നെ ഈ 2-3 ഇലച്ചെടികളും ഉണ്ട് കേട്ടോ. പിന്നെ ആ ബക്കത്തിൽ മീനാട്ടോ. തോട്ടിക്ക് പോയാണ്ട് മീൻ പിടിച്ചാണ്ട് ഒരു ബക്കത്തിൽ ഇട്ട് വെച്ചത് അല്ലൂഫിൻ്റെ പണി കേട്ടോ അത്. പിന്നെ ആ ഭാഗത്ത് കോശിമോശിൻ്റെ ചെടി ഇട്ടാൽ കുറച്ച് ഉണ്ട് വീട്ടിൽ, അതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ.